നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച പാർട്ടിയായി ഇത്തവണ കോൺഗ്രസ് മാറി. 29.17% വോട്ടാണ് കോൺഗ്രസിന് ലഭിച്ചത്. CPM-ന് 27.16% വോട്ട് വിഹിതമാണ് ലഭിച്ചത്. BJP-ക്ക് 14.76% വോട്ടും ലഭിച്ചു. മുന്നണി തിരിച്ചുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി തിരിച്ചുള്ള കണക്കും പുറത്തുവിട്ടിരിക്കുന്നത്. കോൺഗ്രസ് 8 ജില്ലകളിൽ 30%-ലേറെ വോട്ട് നേടിയപ്പോൾ CPM-ന് 2 ജില്ലകൾ മാത്രമാണ് ഈ നേട്ടം സ്വന്തമാക്കാനായത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും കോൺഗ്രസ് 30%-ലേറെ വോട്ടുകളാണ് നേടിയത്. CPM ആകട്ടെ കണ്ണൂരിലും പാലക്കാടും മാത്രമാണ് 30%-ലേറെ വോട്ടുകൾ തേടിയത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾ കോൺഗ്രസ് ഒന്നാമതാണ്. BJP ആകട്ടെ ഒരു ജില്ലയിൽ പോലും 30% വോട്ട് നേടിയില്ല. BJP 20%-ലേറെ വോട്ട് വിഹിതം സ്വന്തമാക്കിയത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്. മുസ്ലിം ലീഗിന് 9.77%, CPI-ക്ക് 5.58%, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 1.62%, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1.33% വോട്ടുമാണ് ലഭിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയത്തിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. മേയറായിരുന്ന ആര്യരാജേന്ദ്രൻ്റെ അഹങ്കാരം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത്. വെള്ളാപ്പള്ളിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ കാർ യാത്ര, ശബരിമല സ്വർണ്ണ കൊള്ള, ജില്ലയിലെ വിഭാഗീയത തുടങ്ങിയ വിഷയങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. മേയറുടെ അഹങ്കാരവും കടുകാര്യസ്ഥതയും തിരിച്ചടിയായെന്ന് ഭൂരിഭാഗം നേതാക്കളും ജില്ലാ കമ്മിറ്റിയിൽ വിമർശിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് കേരളം. താളപ്പിഴകൾ അക്കമിട്ട് നിരത്തിയാണ് ചീഫ് സെക്രട്ടറിയുടെ കത്ത്. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടണമെന്നും 25 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടതായും കേരളം പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനാണ് കത്ത് നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങാൻ തയ്യാറെടുത്ത് UDF. മിഷൻ 2026 ജനുവരിയിൽ രൂപം നൽകും. ജനുവരിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് തീരുമാനം. ഫെബ്രുവരിയിൽ പ്രകടന പത്രിക പുറത്തിറക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDF നീങ്ങുന്നത് ആത്മവിശ്വാസത്തോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൻ്റെ വികസനത്തിനും സമഗ്ര മാറ്റത്തിനും ആവശ്യമായ നിരവധി പരിപാടികൾ UDF മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുമെന്നും ഇതിനായി എല്ലാ മേഖലകളിലും ഗവേഷണ തുല്യ പഠനം നടത്തുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. തനിക്കും തൻ്റെ പ്രസ്ഥാനത്തിനും പുതുയുഗ പിറവിയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉന്നതമായ പ്രതിജ്ഞാബദ്ധ പകരം നൽകാൻ താനും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസും സദാ സന്നദ്ധമായിരിക്കുമെന്നും PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. UDF-ൽ അസോസിയേറ്റ് അംഗമാക്കിയതിന് പിന്നാലെയായിരുന്നു PV അൻവറിൻ്റെ പ്രതികരണം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പിൻ്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചു. ഇൻഷുറൻസ് പ്രീമിയം മാസം 500 രൂപയിൽ നിന്ന് 810 രൂപയായി വർദ്ധിപ്പിച്ചു. ഇതോടെ ഒരു വർഷം 8237 രൂപയും GST-യും പ്രീമിയം തുകയായി നൽകണം. പെൻഷൻകാർക്ക് പ്രീമിയം തുക പെൻഷൻ തുകയിൽ നിന്ന് ഈടാക്കും. ഇതിനെ നിയമപരമായി നേടാൻ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ തീരുമാനിച്ചതാണ് വിവരങ്ങൾ. ജനപ്രിയ ഓഫറുകളുമായി സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം നാനാർ പാർക്കിൽ മന്ത്രി GR നിർവഹിച്ചു. ജനുവരി 1 വരെയാണ് ഫെയറുകൾ പ്രവർത്തിക്കുക. 6 ജില്ലകൾ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ നടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ 2ാം പ്രതി മാർട്ടിൻ്റെ വീഡിയോ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ 3 പേർ അറസ്റ്റിൽ. മാർട്ടിൻ്റെ വീഡിയോ ഫേസ്ബുക്ക് പേജുകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ അപ്ലോഡ് ചെയ്തവർ ഉൾപ്പെടെ 3 പേരെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ സ്വദേശികളായ ഇവർ പണം വാങ്ങി ദുരുദ്ദേശപരമായി വീഡിയോ ഷെയർ ചെയ്തതായി പോലീസ് കണ്ടെത്തി. ഉത്സവ സീസൺ ആരംഭിച്ചതിനാൽ ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കും ആനകൾ എഴുന്നള്ളിക്കുന്ന വ്യവസ്ഥകൾ മലപ്പുറം ജില്ലയിൽ കർശനമാക്കി. ആനകൾ ഉപയോഗിച്ച് എഴുന്നള്ളിപ്പ് നടത്തുന്ന ഉത്സവങ്ങൾ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും നാട്ടാന പീഡനം തടയുന്നതിനും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിലാണ് കർശന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. പോലീസ് ട്രെയിനിങ്ങിലൂടെ മികച്ച പരിശീലനം ലഭിച്ചിട്ടുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അച്ചടക്കവും സത്യസന്ധതയും മുഖമുദ്രയാക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ. തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിൽ നടന്ന മോട്ടോർ വാഹന വകുപ്പ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാളയാർ ആൾക്കൂട്ടക്കൊല കേസിൽ പിടിയിലായ പ്രതികളിൽ 4 പേർ BJP അനുഭാവികളെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കേസിലെ 4ാം പ്രതി CAT പ്രവർത്തകനാണെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന ആരോപണവുമായി CPM രംഗത്തെത്തി. എന്നാൽ ആരോപണം BJP നിഷേധിച്ചു. വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ മരണപ്പെട്ട രാംനാരായൺ ബഗേലിൻ്റെ മൃതദേഹവും കുടുംബാംഗങ്ങളെയും വിമാനമാർഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചെന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. രാംനാരായൺ ബഗേലിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്ന് വിമാനത്തിൽ റായ്പൂരിൽ എത്തിക്കുമെന്നും കളക്ടർ അറിയിച്ചു.
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യാജ വോട്ട് ചേർത്തെന്ന പരാതിയിൽ BLOയ്ക്ക് നോട്ടീസ് അയച്ചു കോടതി. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ ഹർജിയിൽ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടപടി. സുരേഷ് ഗോപിയും സഹോദരനും BLOയുമായി ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആക്ഷേപം. BLO ജനുവരി 20 നേരിട്ട് ഹാജരാകണമെന്ന് കോടതി പറഞ്ഞു. ആലപ്പുഴ കായംകുളത്തിനടുത്ത് തട്ടിപ്പ് കേസിൽ മുനിസിപ്പൽ കൗൺസിലർ അറസ്റ്റിൽ. കായംകുളം മുനിസിപ്പാലിറ്റി 26-ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആലുംമൂട്ടിൽ നുജുമുദ്ദീനാണ് അറസ്റ്റിലായത്. സഹകരണ സംഘത്തിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തുന്ന കേസിലാണ് അറസ്റ്റ്. മാവേലിക്കര VSM ആശുപത്രിയിൽ ശസ്ത്രക്രിയയുടെ യുവതി മരിച്ചു. തൃക്കുന്നപ്പുഴ സ്വദേശി ധന്യയാണ് മരിച്ചത്. വൃക്കയിലെ കല്ല് നീക്കുന്നതിനായുള്ള ശസ്ത്രക്രിയയ്ക്കിടെയാണ് സംഭവം. യുവതിയുടെ മരണത്തിൽ ചികിത്സാ പിഴവുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിലവിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നെടുമങ്ങാട് പാചകവാത സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചു. പൊട്ടിത്തെറിയിൽ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അഴീക്കോട് സ്വദേശി നവാസ് ഇന്നലെ പുലർച്ചെയും പാലോട് പ്ലാവറ സ്വദേശി സിമി സന്തോഷ് ഇന്ന് രാവിലെയുമാണ് മരിച്ചത്. കഴിഞ്ഞ 14-നായിരുന്നു അഴീക്കോട് ജംഗ്ഷനിലെ ഹോട്ടൽ ഗ്യാസ് ചോർന്ന് പൊട്ടിത്തെറി ഉണ്ടായത്. കണ്ണൂർ പയ്യന്നൂർ രാമന്തലിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമന്തലി വടക്കുംപാട് KT കലാധരൻ, അമ്മ ഉഷ, കലാധരൻ്റെ മക്കൾ ഹിമ, കണ്ണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് സൂചന. മുതിർന്നവർ 2 പേരും തൂങ്ങിയ നിലയിലും കുട്ടികൾ താഴെ കിടക്കുന്ന നിലയിലുമാണ്. മൃതദേഹങ്ങൾ ഭാര്യയുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന കലാധരൻ്റെ കൂടെ താമസിക്കുന്ന 2 മക്കളെയും ഭാര്യയ്ക്കൊപ്പം ഇടാൻ കോടതി വിധി വന്നതിന് പിന്നാലെ കുഞ്ഞുങ്ങളെയും അമ്മയെയും കൂട്ടി കലാധരൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് സൂചനകൾ. ദേശീയ വിദ്യാഭ്യാസ നയം പ്രകാരം സ്കൂൾ വിദ്യാഭ്യാസ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ സമഗ്രമായി ഉൾപ്പെടുത്താനുള്ള നടപടികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഊർജിതമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.